സിനിമാ രംഗത്ത് നിന്ന് തൽക്കാലം വിട പറഞ്ഞ നടൻ വിജയ് സമ്പൂർണമായും രാഷ്ട്രീയക്കാരനാവുകയാണ്. തമിഴ്നാട്ടിൽ സംസ്ഥാന വ്യാപക യാത്ര തുടങ്ങാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം. വിജയുടെ നീക്കം മറ്റു പാർട്ടികൾ ആശങ്കയോടെയാണ് നോക്കുന്നത്. ഒ പനീർശെൽവം, ടി ദിനകരൻ തുടങ്ങിയവരെല്ലാം വിജയുമായി അടുക്കുമെന്ന സൂചന നൽകി കഴിഞ്ഞു. അതേസമയം നടൻ വിജയകാന്തിന്റെ പാർട്ടിയുടെ നിലപാട് എന്താകുമെന്ന ആകാംക്ഷ ബാക്കിയാണ്. ജനുവരിക്ക് ശേഷം രാഷ്ട്രീയ നിലപാട് പറയാമെന്നാണ് പാർട്ടി നേതൃത്വം അറിയിച്ചത്. വിജയകാന്തിന്റെ DMDK കൂടി വിജയ്ക്കൊപ്പം സഖ്യം ചേർന്നാൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം മാറും. അതിനിടയിലാണ് വിജയ് രണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. BJPയെയും DMKയെയും വിമർശിച്ചാണ് വിജയുടെ രാഷ്ട്രീയ രംഗപ്രവേശനം. അണ്ണാ DMK BJP സഖ്യത്തിൽ ചേർന്നതോടെ വിജയ് അവരുമായും അകലം പാലിക്കുന്നുണ്ട്. അണ്ണാ DMK പല നേതാക്കൾക്ക് കീഴിലായി പിരിഞ്ഞതോടെ വരുന്ന തിരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ച DMKക്ക് വെല്ലുവിളിയാണ് വിജയുടെ രംഗപ്രവേശം. അദ്ദേഹത്തിന്റെ TVK പാർട്ടി മികച്ച വിജയം നേടിയെങ്കിലും വോട്ടുകൾ പിടിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. TVK കൂടുതൽ ജനപ്രിയമാവുക എന്ന ലക്ഷ്യത്തോടെ വിജയ് തമിഴ്നാട് യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ മാസം 3-ാം വാരത്തിൽ യാത്ര തുടങ്ങുമെന്നാണ് വിവരം. തിരുച്ചിയിലാകും യാത്ര തുടങ്ങുക എന്നും കേൾക്കുന്നു. പ്രധാന കേന്ദ്രങ്ങളിൽ ജനങ്ങളുമായി വിജയ് സംവദിക്കും. ഇതിനുവേണ്ടി തമിഴ്നാട് യാത്രയ്ക്കിടെ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. വിജയുടെ പാർട്ടി ആസ്ഥാനമായ പനയൂരിൽ ആഡംബര ബസ് തയ്യാറായിട്ടുണ്ട്. സംസ്ഥാന യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യാത്ര 2-3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും നടത്തുക. ആദ്യഘട്ടത്തിൽ 10 ജില്ലകളാകും തിരഞ്ഞെടുക്കുക. തിരുച്ചിറപ്പള്ളിയിലോ തിരുനെൽവേലിയിലോ മധുരയിലോ ആയിരിക്കും വിജയ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുള്ളത് എന്നും അഭ്യൂഹമുണ്ട്. TVK പാർട്ടി നേരിടുന്ന പ്രധാന വെല്ലുവിളി ജനകീയരായ നേതാക്കളില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് വേളയിൽ മറ്റു പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ സാധിക്കില്ലേ എന്ന സംശയവും ബാക്കിയാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ ചാനൽ തുടങ്ങാൻ വിജയ് ആലോചിക്കുന്നത്. വിജയ് TV എന്ന ചാനൽ നേരത്തെ ഉള്ളതിനാൽ പുതിയ ചാനലിന് ദളപതി TV എന്ന പേരിടാനാണ് സാധ്യത എന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിജയകാന്തിന്റെ പാർട്ടിയുടെ ചാനൽ വാങ്ങാനും വിജയ് ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ചാനൽ സ്വന്തമാക്കി TVKയുടെ പ്രചാരണത്തിന് ഉപയോഗിച്ചേക്കും. പുതിയ ചാനൽ തുടങ്ങിയാൽ ലൈസൻസ് ലഭിക്കാനും മറ്റും വൈകിയേക്കുമെന്ന തോന്നലാണ് ഇങ്ങനെയൊരു നീക്കത്തിന് കാരണമായിട്ടുള്ളത്.